ശ്രീകൃഷ്ണാർപ്പണമംബരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളിടുക സർവകാലം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവ്യേ നമഃ. ഭഗവാനും ഭഗവാന്റെ സ്വരൂപമാർന്നിരിക്കുന്ന ഭക്തന്മാർക്കും ഭഗവത് സ്വരൂപികളായ ഭക്തന്മാർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഓണമായതുകൊണ്ട് നമ്മള് വാമന അവതാരം നാരായണീയത്തിലത്തെ വാമന അവതാരം 30ാമത്തെ ദശകത്തിലാണ്. 31ാമത്തെ ദശകത്തിലാണ് മഹാബലിക്ക് കൊടുത്ത അനുഗ്രഹം. നമുക്ക് 30ാമത്തെ ദശകം നോക്കാം. അപ്പൊ 2 ദശകങ്ങളും കൂടി 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലിംനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. ഇതിനു മുമ്പ് ദേവാസുര യുദ്ധം നടന്നത് പാലാഴി മഥനത്തിന് ശേഷമാണ്. പാലാഴി മഥനത്തിന് അസുരന്മാരും ദേവന്മാരും ഒരുപോലെ പ്രയത്നിച്ചു. പക്ഷെ അമൃത് കിട്ടിയത് ദേവന്മാർക്കാണ്. അതില് അസുരന്മാർക്ക് വളരെയധികം വിഷമം തോന്നി. അങ്ങനെ അവര് യുദ്ധത്തിന് പുറപ്പെട്ടു. 2 പേരും കൂടി നല്ല പോലെ, ദേവന്മാരും അസുരന്മാരും നല്ല പോലെ യുദ്ധം ചെയ്തു. ദേവന്മാർക്ക് അമൃതമൊക്കെ കിട്ടിയെങ്കിലും അതുകൊണ്ട് ദേവന്മാര് മരിച്ചില്ല. അവർക്ക് അസുരന്മാരെ തോൽപ്പിക്കാൻ പറ്റി. തോൽപ്പിച്ച് അസുരന്മാരുടെ ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയെ ദേവന്മാർക്ക് കൊല്ലാനും പറ്റി. ഇന്ദ്രന് വജ്രം കൊണ്ട് കൊല്ലാൻ പറ്റി. പക്ഷേ ദേവന്മാർക്ക് അമൃത് കിട്ടിയതുപോലെ തന്നെ അസുരന്മാരുടെ ഗുരുവായിട്ടുള്ള ശുക്ര മഹർഷി അസുരന്മാർക്ക് അമൃത് പോലെയുള്ള മൃതസഞ്ജീവനി ലഭ്യമാക്കി കൊടുത്തു. അങ്ങനെ മൃതസഞ്ജീവനിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട്, സഹായത്തോടു കൂടിയിട്ട് ശുക്ര മഹർഷി മരിച്ചുപോയ മഹാബലിയെ ജീവിപ്പിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ. ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ. ഇന്ദ്രനാൽ ബലി കൊല്ലപ്പെട്ടു എങ്കിലും ശുക്രേണ ജീവിതതനു, ശുക്രനാൽ ജീവിതം തിരിച്ചു കിട്ടി, ശരീരം തിരിച്ചു കിട്ടി. ക്രതുവർദ്ധിതോഷ്മ. എന്നിട്ട് മഹാബലിയെ കൊണ്ട് ശുക്രാചാര്യർ അനേകം യാഗങ്ങൾ കഴിപ്പിച്ചു. ആ യാഗത്തിന്റെ ഫലമായിട്ട് മഹാബലിയുടെ തേജസ് വളരെ കൂടി. വിക്രാന്തിമാൻ, നല്ല പരാക്രമശാലിയായി തീർന്നു. അത് കണ്ട സമയത്ത് ഭയനിലീനസുരാം ത്രിലോകിം ചക്രേ വശേ സതവ ചക്രമുഖാദഭീത. സുരന്മാരൊക്കെ, അതായത് ദേവന്മാരൊക്കെ പേടിച്ച് എവിടേക്കോ പോയി ഒളിച്ചു. ഇപ്പൊ സ്വർഗത്തിൽ നോക്കിയാൽ ദേവന്മാരില്ല. സ്വർഗം മഹാബലിയുടെ കീഴിലാണ്. സ്വർഗം മാത്രമല്ല 3 ലോകങ്ങളും. 3 ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതാളം തൊട്ട് ഭൂമി വരെയുള്ള 7 ലോകങ്ങള് അത് ഒന്നാക്കി കൂട്ടും. പിന്നെ ഭൂമിയും സ്വർഗവും കൂടി ഒന്നായിട്ട് കൂട്ടും. സ്വർഗത്തിന്റെ മുകളിലുള്ള ബാക്കി സ്വർഗങ്ങള് ലോകങ്ങള് ഒന്നായിട്ട് കൂട്ടും.
അങ്ങനെ 3 ലോകങ്ങള്. 14 ലോകങ്ങളെ നമ്മൾ 3 തിരിച്ചിട്ട് 3 ലോകങ്ങൾ എന്ന് പറയുന്നു. അത് മുഴുവനും ബലിയുടെ കീഴിലായി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സുദർശന ചക്രത്തെ പോലും ആഹ്, മഹാബലിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മഹാബലിയുടെ പരാക്രമം കൊണ്ട് മാത്രമല്ല, മഹാബലിയുടെ ഭക്തി കൊണ്ട്. പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനന്റെ പുത്രനാണ് മഹാബലി. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രഹ്ലാദനോട് പറഞ്ഞിരുന്നു, ഇത് നിന്റെ കുലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ പ്രഹ്ലാദന്റെ കുടുംബത്തിലുള്ളതായതുകൊണ്ട് മഹാബലിയെ കൂടുതൽ ഇഷ്ടമുണ്ട്. മഹാബലി സ്വയം ഒരു വലിയ ഭക്തനാണ് താനും. ഭക്തന്മാരുടെ അടുത്ത് ഭഗവാൻ അസ്വതന്ത്രനാണ്. ഭഗവാന് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം ഇല്ല. അതുകൊണ്ട് മഹാബലിക്ക് നല്ലപോലെ അറിയാം ഭഗവാൻ തന്നെ ഒരു തരത്തിലും താഴ്ത്തില്ല എന്നുള്ളത് അറിയാം. പുത്രാർത്ഥിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത് ത്വയി ഭക്തിപൂർണാം. കശ്യപ മഹർഷിക്ക് 2 ഭാര്യമാര്. 2 അല്ല, കുറെ ഭാര്യമാരുണ്ട്. നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത് 2 ഭാര്യമാരെ. ഒന്ന് അദിതി. അദിതിയിലുണ്ടായ കുട്ടികളാണ് ദേവന്മാര്. അതുകൊണ്ട് അവരെ ആതിഥേയന്മാര് എന്ന് പറയും. പിന്നെ രണ്ടാമത് ദിതി ദേവി. അദിതി ദേവിയുടെ അനിയത്തിയാണ് ദിതി ദേവി. ദിതി ദേവിയിലുണ്ടായ കുട്ടികളെയൊക്കെ ദൈത്യന്മാര് എന്ന് പറയും. ദൈത്യന്മാര്. പിന്നെ ധനു എന്ന് പറഞ്ഞൊരു പത്നിയില് ദാനവന്മാരുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ദൈത്യന്മാര്, അസുരന്മാര്, ദാനവന്മാരെന്നൊക്കെ ഒരേ വാക്കിന്റെ പര്യായങ്ങളായിട്ട്, സിനോണിംസ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളതാണ്. അപ്പോ തന്റെ കുട്ടികള്, അദിതി ദേവിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാര്. ദേവന്മാര് വളരെ വിഷണ്ണരായിരിക്കുകയാണ്. അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. അവരുടെ മണ്ഡലം, അതായത് സ്വർഗം നഷ്ടപ്പെട്ടു. എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അത് കണ്ട സമയത്ത് വല്ലാതെ സങ്കടം തോന്നിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവാണെങ്കിൽ വളരെ വലിയ സിദ്ധികളും കഴിവുകളുമുള്ള കശ്യപ മഹർഷി. കശ്യപ മഹർഷിയോട് പറഞ്ഞു, എനിക്ക് എന്റെ കുട്ടികൾക്ക് അവരുടെ സ്ഥാനം തിരിച്ചു കിട്ടുന്നതായിട്ട് കാണണം. അതുകൊണ്ട് ഇന്ദ്രൻ ജയിക്കണം. ഇന്ദ്രനെ ജയിപ്പിക്കുന്ന വിധത്തില് അവിടുന്ന് എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. അപ്പൊ കശ്യപ മഹർഷി പറഞ്ഞു കൊടുത്തത് പയോവ്രതം എന്ന് പറഞ്ഞിട്ടുള്ള വ്രതമായിരുന്നു. 12 ദിവസം അനുഷ്ഠിക്കേണ്ടതാണ്. പല കൃത്യമായിട്ടുള്ള ചിട്ടകൾ ഉണ്ട് അതില്. 12 ദിവസം അനുഷ്ഠിക്കേണ്ടു. കാരണം എന്താ വെച്ചാല് പയോവ്രതം എന്നുള്ള 12 ദിവസത്തെ ചെറിയ ഒരു വ്രതകാലം തിരഞ്ഞെടുക്കാൻ കാരണം, അദിതി ദേവി സാധാരണ തന്നെ നല്ല സാത്വികത ഉള്ള സ്ത്രീയാണ്. അതുകൊണ്ട് കുറേ കാലം ആചരിച്ചിട്ട് വേണ്ട ഹൃദയശുദ്ധി ഉണ്ടാക്കാൻ. സാത്വികത, അതായത് ദേവമാതാവായിട്ടുള്ള അദിതി ദേവി സ്വതവേ തന്നെ സാത്വികത ഉള്ളതുകൊണ്ട് ദേവിക്ക് 12 ദിവസം ചെറിയൊരു വ്രതം പറഞ്ഞു കൊടുത്താൽ മതി. അത് പറഞ്ഞു കൊടുത്തു. അത് ദേവിയാണെങ്കിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് 12 ദിവസം ആചരിച്ചു. അതിന്റെ അവസാനം 3-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യഃ ശ്യാമശ്ചതുർഭുജ വപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം അധീക്ഷണമിതി പ്രലപന്നയാസി. അതിന്റെ അവസാനത്തില് തസ്യാവധൗ, അതിന്റെ അവസാനത്തില് ഭഗവാൻ തന്നെ നേരിട്ടിട്ട് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? ശ്യാമവർണ്ണത്തില്, കറുത്ത വർണ്ണത്തില്, ചതുർഭുജനായിട്ട് സ്വയം അവിടെ പെട്ടെന്ന് ആ ദേവിയുടെ ദേവി ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അത് ഗർഭിണിയായിട്ടില്ല, അതിനു മുമ്പ് പയോവ്രതം ചെയ്ത് അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. നമ്രാം ചതാമിഹ ഭവത്തനയോ ഭവേയം കൂപ്യം മതീക്ഷണമിതി പ്രലപന്നയാസി. എന്നെ ഇങ്ങനെ നേരിട്ട് കണ്ടത് ദേവി അധികം ആൾക്കാരോടൊന്നും പറയണ്ട. ദേവിയിൽ ഞാൻ തന്നെ വന്ന് ജനിക്കും, അതായത് ഞാൻ തന്നെ അവതരിക്കും. അതിന് തയ്യാറായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ത്വം കാശ്യപേ തപസി സന്നിധതത്തദാനിം പ്രാപ്തോസി ഗർഭമതിതേ പ്രണുതോ വിധാതാം പ്രാസൂദച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. വാമനാവതാരവും മഹാബലിയുടെ ദർപ്പശമനവും ഒക്കെ ശ്രീമദ് ഭാഗവതത്തിൽ 8-ാമത്തെ സ്കന്ധത്തിലാണ്. ആ 8-ാമത്തെ സ്കന്ധത്തിലത്തെ പല അധ്യായങ്ങളും 16, 17, 18 അങ്ങനെ കുറെ 15 തൊട്ടിട്ട് കുറെ അധ്യായങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദശകത്തില് സംഗ്രഹിച്ച് കാണുന്നത്. അങ്ങനെ ഭഗവാൻ വാക്കു കൊടുത്തു ദേവിക്ക്.
അധികം താമസിയാതെ ദേവി ഗർഭിണിയായി. അത് കഴിഞ്ഞ് സമയം വന്ന സമയത്ത് വൈഷ്ണവ ദിവ്യരൂപം, വൈഷ്ണവ ഭാവത്തിൽ തന്നെ വാമനൻ ജനിച്ചു. സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ചിങ്ങമാസത്തിലെ പുണ്യ ദിവസത്തില്, തിരുവോണാണല്ലോ നമ്മള് വാമനാവതാരമായിട്ട് കാണുന്നത്. ദ്വാദശീ ശ്രവണ പുണ്യദിനം, അതിൽ അഭിജിത്ത് എന്നുള്ള ഒരു മുഹൂർത്തം, വിജയ മുഹൂർത്തം, ആ നിമിഷത്തില് ഭഗവാൻ അവതരിച്ചു. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷേ ഹർഷാകുലേ സുരകുലേ ഹൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യം ത്വം ദക്ഷണേ പടുതമം വടുരൂപമാധ. ആ സമയത്ത് പുണ്യമായിട്ടുള്ള ആശ്രമത്തില് തന്നെത്താനെ വൃഷ്ടി ഉണ്ടായി. തന്നെത്താനെ എന്ന് പറഞ്ഞാൽ ആകാശത്തില് ദേവന്മാര് നിരയായി നിരന്നിട്ട് അവരുടെ സന്തോഷം കൊണ്ട്, കാരണം ഇനി അവർക്ക് രാജ്യം നേടിക്കൊടുക്കാൻ ഈ ബാലൻ മതി, ആ വിചാരത്തില് മുകളിൽ നിന്ന് പൂക്കള് താഴത്തേക്ക് സന്തോഷം സൂചിപ്പിച്ചുകൊണ്ട് ഇടുകയാണ്. പുഷ്പവർഷമുണ്ട്. അതേപോലെ ആകാശത്ത് നിന്ന് പെട്ടെന്ന് വാദ്യങ്ങളൊക്കെ മുഴങ്ങി, മംഗളവാദ്യങ്ങൾ മുഴങ്ങി. ആ സമയത്തോ കശ്യപ മഹർഷിയും ദേവിയും അതിഥി ദേവിയും തൊഴുത്തുകൊണ്ട് ജയ ജയ എന്നങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ജനിച്ച ഈ പുത്രൻ, ഈ ഭാവം, ഈ രൂപം, ഇത് ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോ ആ ചെറിയ കുട്ടി പെട്ടെന്നൊരു വലിയ കുട്ടിയായി. വലിയ കുട്ടി എന്ന് പറഞ്ഞാൽ പൂണൂലിടാൻ ഉപനയനത്തിന് പാകമായിട്ട് ഒരു കുട്ടിയായി. ചില ചിട്ടകളുണ്ട്. ഉപനയനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന മന്ത്രങ്ങൾ ജപിക്കണം, രാവിലെയും വൈകുന്നേരവും സന്ധ്യ ആരാധന ചെയ്യണം. അങ്ങനെയൊക്കെ ഉള്ള പ്രായത്തിലേക്ക് പാകത്തിന് ആ കുട്ടി വളർന്നു. താവത് പ്രജാപതി മുഖൈരുപനീയ മൗഞ്ചി ദണ്ഡാജിനാക്ഷവലയാധിപിരർച്യമാന ദേദീപ്യമാന വപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. ആ സമയത്ത് ഈ കുഞ്ഞിന് ഉപനയനം നടത്തണം. അതിന് ഈ കശ്യപ മഹർഷിയുടെ വളരെ സൗകര്യങ്ങൾ കുറഞ്ഞിട്ടുള്ള ഈ ആശ്രമത്തില് അതെങ്ങനെ പെട്ടെന്ന് സാധിക്കും? ഭഗവാൻ ഓരോ ആൾക്കാർക്ക് ഓരോരോ പങ്ക് കൊടുത്തു. ഒരു ഒരു ദേവൻ വന്നിട്ട് മൗഞ്ചി കൊടുത്തു, മേഖല. പിന്നെ വേറൊരു ദേവൻ വന്നിട്ട് ദണ്ഡം കൊടുത്തു കയ്യില്. ഈ ബ്രഹ്മചാരിക്ക് എപ്പോഴും ഉപനയനത്തിന് വരുന്ന ബ്രഹ്മചാരിയെ വർണ്ണിക്കുകയാണ്. എന്തെല്ലാം കയ്യിലും ദേഹത്തിലും അരയിലും ഒക്കെ എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ ആ കുഞ്ഞിന് ഓരോരോ ദേവന്മാരായിട്ട് വന്നു കൊടുത്തു. ദണ്ഡം, അജിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗത്തിന്റെ തോല്, അതിന്റെ കൂടെയുള്ള പൂണൂല്, പിന്നെ അക്ഷമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്രാക്ഷമാല നമ്മൾ ജപിക്കാൻ എടുക്കുമല്ലോ, അത്. അങ്ങനെ ഒരു വാമനന്, വടുവിന്, ഒരു ബ്രഹ്മചാരിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതൊക്കെ കൊണ്ട് ദേവന്മാർ ഈ കുട്ടിയെ അലങ്കൃതരാക്കി. ദീദീപ്യമാനുവപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിത ബലിഗൃഹം പ്രകൃതാശ്വമേധം. അങ്ങനെ ഉപനയനത്തിന് പാകമായ വിധത്തില് ഈ കുട്ടിയെ ഉപനയനം ചെയ്യിപ്പിച്ച് ദേവന്മാരെല്ലാവരും കൂടി അവിടുന്ന് യാത്രയായി. ഈ കുട്ടി അവിടുന്ന് പോകുന്നത് കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അവിടുന്ന് നേരെ പോയത് ഭൃഗുകച്ചം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതിപ്പോ ഗുജറാത്തിലാണ്. ആ സ്ഥലത്ത് അവിടെ എത്തിയ സമയത്ത് അവിടെയാണ് മഹാബലിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, തലസ്ഥാനം. മഹാബലിയാണ് അവിടെ ഒരു വലിയ യാഗം നടത്തുകയാണ്, അശ്വമേധ യാഗം നടത്തുകയാണ്. ആ യാഗത്തില് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ പോകുമ്പോഴാണ് ഈ കുട്ടി അവിടെ ചെല്ലണത്. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം വ്യാവൃണ്വദേവധരണീ ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ആ യാത്രയെ പറ്റി വർണ്ണിക്കുകയാണ്. ചെറിയ കുട്ടിയാണ്, പക്ഷേ വളരെ ചെറിയ ദേഹമാണ്. പക്ഷെ ഭാവിയിൽ വരാൻ പോകുന്ന മഹിമ ഉദ്ഘോഷിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭൂമിയെ കുലുക്കിക്കൊണ്ടാണ് നടന്നു പോണത്.
ഭൂമിയെ കുലുക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കുട്ടിയുടെ കാലാണ്. പക്ഷേ ആ കാലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി എന്താണ്? പെട്ടെന്ന് ത്രിവിക്രമനായി വളർന്നിട്ട്, ഉരുക്രമനായി വളർന്നിട്ട് 3 ലോകങ്ങളും 2 കാൽവെപ്പ് കൊണ്ട് അളന്നെടുക്കാൻ പാകത്തില് അത്രയും വലിയൊരു രൂപം ഭഗവാൻ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് വരാൻ പോണതേയുള്ളൂ. അത് സൂചിപ്പിച്ചുകൊണ്ടാണോന്നറിയില്ല. ആ വരാൻ പോകുന്ന ഭഗവാന്റെ ബൃഹത്തായിട്ടുള്ള ഭാവം അത് ഓർമ്മിച്ചിട്ടാണോന്നറിയില്ല. ഇപ്പോ ഈ സമയത്ത് ഭഗവാൻ കുഞ്ഞിക്കാല് വെച്ച് നടക്കുമ്പോ പോലും ഭൂമി കുലുങ്ങിപ്പോണു. പിന്നെ ഒരു വലിയ കൊട പിടിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടി വലിയൊരു കൊട. ആ കൊടയില് ഇനി ആരെയൊക്കെയാണ് നിർത്താൻ പോണത്? ശത്രുക്കളെ പോലും നിർത്താൻ മനസ്സുള്ള ഭഗവാൻ ആ കുടയൊന്ന് നൂർത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ മുകളില് ആ കുടയൊന്ന് നൂർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിത്യാനുഗ്രഹമായി. ആ നിത്യാനുഗ്രഹം സൂചിപ്പിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വാമനൻ ചെറിയ കുട്ടി ആ വലിയ കുടയെടുത്തിട്ട് നടന്നു പോണത്. ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. അസുരന്മാരിൽ പ്രയോഗിക്കാൻ എന്നുള്ള വിധത്തിൽ ഒരു ദണ്ഡുണ്ട്. ദണ്ഡം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ള അർത്ഥം. രണ്ടാമത് ഒരു വടി. സാധാരണ ബ്രഹ്മചാരിമാരുടെ കയ്യിലുണ്ടാവുന്ന വടി. ആ വേഷത്തിലാണ് ഭൃഗുകച്ചത്തില് മഹാബലി യാഗം ചെയ്യുമ്പോൾ അവിടെ എത്തിയത്. താം നർമ്മദോത്തരതടേ ഹയമേധശാലം ആസീതുഷിത്വയിരുച തവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമഖൈശശങ്കേ. നടന്ന് നടന്ന് നർമ്മദാ നദിയുടെ ഉത്തര തീരത്തുള്ള മഹാബലിയുടെ യാഗശാലയിലെത്തി. അവിടെ എത്തിയ സമയത്തോ അവരുടെ കണ്ണൊക്കെ മഞ്ഞളിച്ചു പോയി. അത്രയധികം പ്രഭ, 100 കോടി സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന പോലെയുള്ള പ്രഭ കണ്ട സമയത്ത് പലരെയും കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്നിട്ട് ചോദിക്കും അവര്, ഇതാരാണ് വന്നിരിക്കുന്നത്? അഗ്നിയാണോ, സൂര്യനാണോ, ചന്ദ്രനാണോ, സനത്കുമാരനാണോ, ആരാണ് ഈ വന്നിരിക്കുന്നത് എന്ന് മഹാബലിയും കൂട്ടരും ഭഗവാൻ കയറി വരുമ്പോ ചോദിക്കും. ആനീതമാശു ഭൃഗുഭിർമഹസാ വിഭൂതേ ത്വാം രമ്യരൂപമസുരപ്പുളകാവൃതംഗ ഭക്ത്യാ സമേത്യ സുഹൃതീ പരിണജ്യ പാദൗ തത്തോയമന്വധൃത മൂർധനി തീർത്ഥം. ആ സമയത്ത് അവിടെ ഈ ഉജ്ജ്വലമായിട്ടുള്ള തേജസ്, ഭഗവാന്റെ ഉജ്ജ്വലമായ തേജസ് കണ്ട സമയത്ത്, മഹസ് കണ്ട സമയത്ത് ഭൃഗു തുടങ്ങിയ മഹർഷിമാർക്കൊക്കെ എന്തോ മുഖത്തിന് എതിരായിട്ട് വരുന്ന വലിയ തേജസ് കണ്ടപ്പോ കണ്ണടഞ്ഞു പോയി. അവരൊക്കെ ഒരു തരത്തിൽ അവര് വലിയ തേജസ്വികളാണ്. അവരുടെ തേജസ്സൊക്കെ ഭഗവാന്റെ തേജസ്സിന്റെ മുമ്പില് അടങ്ങി. ആ അതിമനോഹരമായിട്ടുള്ള രൂപം കണ്ടപ്പോ അവര് പിന്നെ ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി, ഭക്തിയോടുകൂടി വിളിക്കാൻ തുടങ്ങി. ഭക്ത്യാ സമേത്യ സുഹൃതീ പരിണജ്യ പാദൗ തത്തോയമന്വധൃത മൂർധനി തീർത്ഥം. മഹാബലി ആവട്ടെ അത് കണ്ട സമയത്ത് ഭക്തിയോടുകൂടി കൈതൊഴുതു നിന്നു. ഭഗവാൻ വന്നു, ഭഗവാന്റെ പാദത്തിലെ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് ഉപചാരപൂർവ്വം ഒരു പുതിയ ഒരു ആള് വരുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഔപചാരികത. എന്നിട്ട് കാല് കഴുകിച്ചു ഭഗവാന്റെ. ആ കാല് കഴുകി ആ തീർത്ഥം അത് പാദതീർത്ഥമായിട്ടെടുത്ത് മഹാബലി സ്വന്തം തലയിലും തൻ്റെ പത്നിയുടെ, പുത്രിയുടെ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ തലയിലൊക്കെ തളിച്ചു കൊടുത്തു. വംശജതയാ ക്രതുഭിർവിജേഷു വിശ്വാസതോനു തദിതം ധിതിചോപിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോപിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേധാ. പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചിട്ടുള്ള ഈ മഹാബലിക്ക് ഏത് കാര്യം കൊണ്ടാണ്, ഏത് കാരണം കൊണ്ടാണ് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത്? അസാമാന്യമായിട്ടുള്ള ഭാഗ്യമാണ് കിട്ടിയത്.
അശ്വമേധ യാഗം ചെയ്യുന്ന സമയത്ത് സാധാരണ ഏതൊരു യാഗം ചെയ്യുമ്പോഴും ഭഗവാൻ വന്നാൽ പരമഭാഗ്യം. അതെത്ര പേർക്ക് ആ ഭാഗ്യം ഉണ്ടാവും? പലരും എന്താണ് ചെയ്യുക? ഭഗവാൻ എത്തിന്ന് വിചാരിച്ച് സമാധാനിക്കും. ഇവിടെ നേരിട്ടിട്ട് ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിന് കാരണം എന്തായിരിക്കും? പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചു എന്നുള്ളതാവാം, അതല്ലെങ്കിൽ അനേകം യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാവാം, അതല്ലെങ്കിൽ അത്രയേറെ ഭഗവാനിൽ വിശ്വസിക്കുന്നു, ഭക്തോത്തമനാണ് എന്നുള്ളതുകൊണ്ടാവാം. ഒരു അസുരനാണെങ്കിലും ദിതിജോപി, ദിതിയിൽ നിന്നുണ്ടാകുന്ന പുത്രന്മാരൊക്കെ ദിതിജന്മാര്, അവർക്ക് ഭക്തി അത്ര പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പോ അസുരനായിട്ടും അദ്ദേഹത്തിന് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത് ഇതുകൊണ്ടായിരിക്കും. കിട്ടിയ ഭാഗ്യം എന്താണ്? ഭഗവാന്റെ കാല് നേരിട്ടിട്ട് കഴുകാൻ പറ്റി, ആ ജലം എടുത്ത് തലയിലൊക്കെ പ്രോക്ഷിക്കാൻ പറ്റി. അത് ഏതാണ് ഈ ഭഗവാന്റെ പാദതീർത്ഥം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇന്ന് ഗംഗാ നദിയെ ഏറ്റവും വലിയ പുണ്യ നദിയായിട്ട് ആരാധിക്കുന്നു. ഗംഗാ നദിയുടെ കഥ എന്താണ്? ഗംഗാ നദി ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകി വരുന്ന തീർത്ഥജലമാണ്. അതാരാണ് ആദ്യം തലയിൽ ധരിക്കുന്നത്? മഹാദേവൻ. മഹാദേവൻ പോലും എത്ര ശക്തിയിലാണ് ഭൂമിയിലേക്ക് ഗംഗ വരുന്നത്. അത് മഹാദേവൻ തന്റെ ശിരസിൽ ധരിക്കാൻ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഭാഗ്യം. അങ്ങനെയുള്ള ആ ശ്രീപാദഗംഗ, ശ്രീപാദ ജലമാണ് ഇവിടെ. ഭഗവാന്റെ കാല് കഴുകിയാൽ ഒരു ഒരു കൈ കുടന്നയിൽ വെള്ളം എടുത്തിട്ട് അത് കഴുകിയാലും അത് ഗംഗാനദീനെ അതിനെ പറയാൻ പറ്റുള്ളൂ, ആ ജലത്തിനെ. അതാണ് എടുത്തിട്ട് തലയിൽ തളിച്ചത്. അവസാനത്തെ ശ്ലോകമാണ് 30-ാമത്തെ അധ്യായത്തിൽ, ദശകത്തിലത്തെ അവസാനത്തെ ശ്ലോകം. അതിന്റെ അവസാനത്തെ വരി സത്വം വിഭൂ ഗുരുപുരാലയ പാലയേധാം. ഹേ വിഭുവായ ഭഗവാനെ, അങ്ങനെ അവിടെ എല്ലാവരാലും സമാദരിക്കപ്പെട്ട ഭഗവാനെ, അവിടുന്ന് ഗുരുപുരാലയ, ഹേ ഗുരുവായൂരപ്പ, അവിടുന്ന് കാക്കണേ, എന്നെ രക്ഷിക്കണേ. എല്ലാ ദശകങ്ങൾ അവസാനിക്കുമ്പോഴും അവസാനത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ എപ്പോഴും 4-ാമത്തെ ശ്ലോകം തുടങ്ങി, 2-ാമത്തെ ദശകത്തിലെ 4-ാമത്തെ ശ്ലോകം തുടങ്ങിയിട്ടുള്ള ശീലമാണത്. എല്ലാ ദശകത്തിന്റെയും അവസാനം എടുത്താല് അവസാനത്തെ ശ്ലോകം അവസാനിക്കുന്നത് എന്നെ രക്ഷിക്കണേ, എന്റെ സുഖക്കെടുകൾ മാറ്റിത്തരണേ, എനിക്ക് ആരോഗ്യം തരണേ എന്നൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ദശകം 31, അതിലാണ് മഹാബലിയുടെ ദർപ്പം, അഹങ്കാരം ശമിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ പൊതുവെ ഓണത്തിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ഒരു തെറ്റിദ്ധാരണ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ്. സ്കൂളിലെ കുട്ടികളുടെ ടെക്സ്റ്റിൽ പോലും അങ്ങനെയാണ്. അത് ഇംഗ്ലീഷിലാണെങ്കിലും ശരി, മലയാളത്തിലാണെങ്കിലും ശരി. മലയാളത്തിൽ ഇവിടെ സാഹിത്യ ഇവിടെയുള്ള അക്കാദമി, കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന ഒരു വ്യക്തി, എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം പോലും ഒരിക്കലും മാതൃഭൂമി പോലെയുള്ള ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ എഴുതിയതിന്റെ സാരം ഇതാണ്: ഭഗവാൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. ഇന്ന് ഒരുപാട് ആചാര്യന്മാര്, ഒരുപാട് ഭാഗവതം പഠിച്ചിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാര്, അവരൊക്കെ എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ അങ്ങനെ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നില്ല. പാതാളത്തിലേക്കല്ല അയച്ചത്. സ്വർഗത്തെക്കാൾ സൗകര്യങ്ങളുള്ള, സ്വർഗത്തെക്കാൾ സുഖമുള്ള, സ്വർഗത്തെക്കാൾ ഐശ്വര്യമുള്ള സുതലത്തിലേക്കാണ് അയച്ചത്. ചവിട്ടി താഴ്ത്തി എന്ന് എവിടുന്നും പറയില്ല. ഭാഗവതത്തില് തലയിൽ കാല് വെച്ചു എന്നും കൂടി പറയുന്നില്ല. എന്റെ തലയിൽ കാല് വെച്ചോളൂ ഭഗവാനെ എന്ന് പറയുന്നുണ്ട്, തലയിൽ കാല് വെച്ചു എന്ന് പറയുന്നില്ല. പിന്നെ എവിടുന്നാണ് ഈ ചവിട്ടി താഴ്ത്തി എന്നുള്ളത് വരുന്നത്? അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്, പലർക്കും ഒരു അതിശയം തോന്നും, ഭഗവാന്റെ 6-ാമത്തെ അവതാരമാണ് വാമനാവതാരം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പരശുരാമനൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ പരശുരാമനാണ് കേരളം
കടലിൽ നിന്ന് എറിഞ്ഞിട്ട് വീണ്ടെടുത്തത് എന്ന് പറയുന്നു. അപ്പോ ഈ കേരളം ഭരിച്ച ആളാണ് മഹാബലി എന്ന് പറയുന്നു. മഹാബലി വാമനാവതാര കാലത്താണ്. അപ്പൊ വാമനാവതാരം പരശുരാമ അവതാരത്തെക്കാൾ മുമ്പിലല്ലേ? അപ്പൊ ഇതിലൊരു അതിന്റെ സീക്വൻസ് നോക്കുമ്പോൾ ശരിയാവില്ലല്ലോ. ക്രോണോളജി തെറ്റിപ്പോവില്ലേ എന്നൊരു സംശയം തോന്നും. നമുക്ക് ഈ മഹാബലിയായിരുന്നു കേരളം ഭരിച്ചതെന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഭൃഗുകച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടാണ് യാഗം നടന്നിരുന്നത്. അത് ഗുജറാത്തിലാണ്. നർമ്മദ നദിയുടെ ഉത്തര തീരത്ത്, വടക്കേ തീരത്തുള്ള ഭൃഗുകച്ചത്തിൽ വെച്ചിട്ടാണ് യാഗം നടന്നത്. അപ്പൊ ഈ മഹാബലി എന്ന് പറയുന്ന ആ രാജാവ് അത് 3 ലോകങ്ങളുടെയും ചക്രവർത്തിയായിരുന്നു. കേരളം ഭരിച്ച ഒരു രാജാവല്ല. പിന്നെ ഇങ്ങനെയൊക്കെയോ കുറെ ഐതിഹ്യങ്ങളൊക്കെ വന്നുകൂടി. എന്തായാലും ഈ ഭക്തനായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള മഹാബലിയെ ഒരു വലിയ കുടവയറും കൊമ്പൻ മീശയൊക്കെ ഉള്ള ഒരു ഒരു കാണാൻ ഒരു ഇങ്ങനെ ഒരു സാത്വികത തോന്നിക്കാത്ത ഒരു ക്യാരക്ടറായിട്ട് ചിത്രീകരിച്ചിട്ട് ആ മഹാബലി വളരെ വലിയ പ്രജാസ്നേഹിയായിരുന്നു. അങ്ങനെയുള്ള മഹാബലിയെ ചവിട്ടി താഴത്തേക്ക് അയച്ചു എന്ന് അത് രണ്ടാമതൊരു അബദ്ധം. ഇങ്ങനെ കുറെ അബദ്ധങ്ങളുടെ ശൃംഖലയോട് കൂടിയിട്ട് വിഷ്ണു, ഞാനിതൊരു ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ട്, വിഷ്ണു ചതിച്ച് മഹാബലിയെ, നല്ല നീതിമാനായിട്ടുള്ള രാജാവിനെ ചതിച്ച് താഴത്തേക്ക് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക്. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുകയാണെങ്കിൽ നമുക്കിത് എല്ലാവരെയും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഭാഗവതത്തിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പല ആൾക്കാർക്കും അത് പറയാൻ സൗകര്യമാണ്. അപ്പം വിഷ്ണുവിനെയും വൈഷ്ണവ തത്വത്തെയും ഒക്കെ അധിക്ഷേപിച്ചു പറയാൻ പലരും കണ്ടെടുത്ത ഒരു സൂത്രമാണ് ഇത്. എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ അതിനെ ഇങ്ങനെ വിപുലീകരിച്ച് അതിനെ ഏറ്റവും വലിയ അസംബന്ധം വരെ വലിച്ചു നീട്ടുക എന്നുള്ളത് പല ആൾക്കാരുടെയും ഒരു വലിയ വിനോദാണ്. ഇതെവിടെ കണ്ടാലും എതിർത്ത് പറയണം. ഒരിക്കല് ഒരു ടെക്സ്റ്റിൽ ഇത് കണ്ട സമയത്ത് ആ ടെക്സ്റ്റിന്റെ പബ്ലിഷേഴ്സിനോട്, ഒരു ഗൈഡിൽ ഇത് കണ്ട സമയത്ത് ഗൈഡിന്റെ പബ്ലിഷേഴ്സിനൊക്കെ ഇമെയിലൊക്കെ കൊടുത്തിരുന്നു. നമ്മൾക്ക് പറയുന്നിടത്ത് ആരും ശ്രദ്ധിക്കില്ല. കാരണം ലോകത്തിൽ എല്ലാവരും അവരവർക്ക് സൗകര്യമുള്ള കാര്യമാണ് സത്യമായിട്ട് എടുക്കുക. അസത്യമാണെന്ന് നല്ല പോലെ അറിയുമെങ്കിലും സൗകര്യം അതാണെങ്കിൽ അവരവരുടെ സ്റ്റാൻസ് വിൻഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അസത്യം സ്വീകരിക്കും. എന്നാലും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മഹാബലി, എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാബലിയെ സ്വർഗത്തിൽ നിന്ന് സുതലത്തിലേക്ക് അയച്ചത്? സ്വർഗം എന്നുള്ളത് അത് മഹാബലിയുടെ സ്ഥാനമല്ല. അസുര ചക്രവർത്തിയായി, സ്വർഗം എന്നുള്ളത് ദേവന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിക്ക് സ്വർഗം പോലെ സുഖമുള്ള മറ്റു സ്ഥലങ്ങളുണ്ട്. അവിടെ ജീവിച്ചാൽ മതി. സ്വർഗത്തിൽ പോയി സ്വർഗത്തിലുള്ള ദേവന്മാരെ അവിടുന്ന് ഓടിക്കേണ്ട ആവശ്യമില്ല. മാത്രല്ല, മഹാബലിക്ക് ഒരു വലിയ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. താൻ ഏറ്റവും വലിയ ദാനശാലിയാണെന്നുള്ളത്. അങ്ങനെ ദാനം എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ തനിക്ക് ദാനമുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ പേരിൽ അഹങ്കാരം കാണിക്കുമ്പോൾ ഭഗവാൻ അത് മഹാബലിയുടെ അഹങ്കാരം തീർക്കേണ്ടി വന്നു. കാരണം മഹാബലി ഭക്തനാണ്. ഭക്തനായ മഹാബലിയിൽ അങ്ങനെ ഒരു ദൗർബല്യം കാണാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കത് കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ കഥയിൽ പറയണതെന്ന് മാറിയിട്ട് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത് അത് തന്നെയാണ് സംഗ്രഹിച്ചിട്ട് നാരായണീയത്തിൽ പറയുന്നത്. ഭാഗവതത്തിലുള്ള കഥയില് മഹാബലി ദർപ്പമുള്ള ആളാണ്, അതായത് അഹങ്കാരമുള്ള ആളാണെന്നുള്ളത് വളരെ നമുക്ക് മനസ്സിലാവും മഹാബലിയുടെ വാക്കുകൾ കേട്ടാൽ. അതൊക്കെ മാറ്റി വെച്ചിട്ട് മഹാബലിയെ താഴത്തേക്ക് അയച്ചു, ചതിച്ചിട്ട് അയച്ചു. മഹാബലിയാണെങ്കിൽ പരമ നീതിമാനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. ഒപ്പം ഇങ്ങനെ ഒരു അഹങ്കാരമുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കഥ ശ്രദ്ധിച്ചു നോക്കാം.
31 ദശകം. പ്രീത്യാ ദൈത്യസ്തവ തനു മഹാപ്രേക്ഷണ തനു മഹ പ്രീത്യാ ദൈത്യസ്തവ തനു മഹഃ പ്രേക്ഷണാത് സർവഥാപി ത്വാമാരാധ്യന്നജിത രചയന്നഞ്ജലിം സംജഗാദ മത്ത കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. യാഗശാലയിലേക്ക് കയറി വന്ന വാമനനെ കണ്ട സമയത്ത്, വാമനമൂർത്തിയെ കണ്ട സമയത്ത്, ഇതാരാണ്? സൂര്യനാണോ, ചന്ദ്രനാണോ, അഗ്നിയാണോ? അത്ര തേജസ്! എല്ലാവരും അത്ഭുതപ്പെട്ടു. ഭൃഗു തുടങ്ങിയ മഹർഷിമാരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ അത്ഭുതപ്പെട്ടു. അപ്പോ മഹാബലി വേഗം ഓടിച്ചെന്ന് കൈകൂപ്പിയിട്ട്, അഞ്ജലി എന്ന് പറഞ്ഞാൽ കൈകൂപ്പിയിട്ട് ഭംഗിയായിട്ട് ഭഗവാനോട് പറയാണ്, അവിടുത്തെ ആഗ്രഹം എന്താണ്? ഞാൻ എങ്ങനെയാണ് അവിടുത്തെ ആഗ്രഹം സാധിപ്പിച്ചു തരുന്നത്? ഹേ വിപ്രസൂനോ, ബ്രാഹ്മണ കുട്ടിയാണെന്ന് മനസ്സിലായി. വിപ്രസൂനോ, ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു വടുവിന്റെ രൂപത്തിലാണ്, ബ്രഹ്മചാരിയുടെ രൂപത്തില്. ഉപനയനം കഴിഞ്ഞ് ഭിക്ഷയ്ക്ക്, ഉപനയനം കഴിഞ്ഞാൽ ഒരു ഭിക്ഷാപാത്രം എടുത്തിട്ട് ഭിക്ഷ എടുക്കണം. അങ്ങനെ ഭിക്ഷാപാത്രം എടുത്തിട്ടാണ് തന്റെ യാഗശാലയിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് ഭിക്ഷയായിട്ട് വേണ്ടത്? പണം വേണോ? വിത്തം, പണം വേണോ? ഭക്തം, ഭക്ഷണം വേണോ? ഭവനം, വീട് വേണോ? അവനി, ധാരാളം ലാൻഡ്, ഭൂമി വേണോ? എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറയാണ്. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? താമക്ഷീണം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമന ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹീതിത്തു നിഗതിതേ കസ്യ ഹാസ്യം ന പാസ്യാത്. ബലി സംസാരിക്കുന്നത് വളരെ പ്രതാപത്തോടു കൂടിയാണ്. അക്ഷീണമായിട്ടുള്ള വാക്കുകള്, പ്രതാപത്തോടു കൂടിയിട്ട്. ബലി എന്താ പറഞ്ഞത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അത് ഞാൻ തരാം. അങ്ങനെ പറഞ്ഞ സമയത്ത് ഭഗവാൻ കാരുണ്യത്തോടു കൂടിയിട്ട് ആദ്യം മഹാബലിയുടെ വംശത്തിനെ പുകഴ്ത്താൻ തുടങ്ങി. മഹാബലിയുടെ അച്ഛൻ വിരോചനന്റെ അച്ഛൻ പ്രഹ്ലാദൻ, ആ വംശത്തെ ആദ്യം പുകഴ്ത്തി പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, എനിക്ക് 3 അടി മണ്ണ്, ഭൂമി വേണമെങ്കിൽ തരാം, വീട് വേണമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞല്ലോ. 3 അടി മണ്ണ് മാത്രം എനിക്ക് തന്നാ മതി ഭഗവാനെ. അപ്പൊ ഇവിടെ ഭട്ടതിരി അതിലത്തെ ഐറണി കാണിക്കുകയാണ്. ഭഗവാൻ ചോദിക്കാൻ പോകുന്നത് മഹാബലിയുടെ സർവസ്വമാണ്. മഹാബലിയുടെ വ്യക്തിത്വത്തിന്റെ, പേഴ്സണാലിറ്റിയുടെ ആകത്തുകയാണ് ഭഗവാൻ ചോദിക്കാൻ പോകുന്നത്. ഭഗവാന് വേറെ ഒന്നും വേണ്ട, തന്റെ ഭക്തനെ വീണ്ടെടുക്കണം. ദാനശാലിയായി ഇപ്പോ അതിന്റെ പേരിൽ അഹങ്കാരിയായി തീർന്നിട്ടുണ്ട്. ആ അഹങ്കാരം മാറ്റി തന്റെ ഭക്തനെ വീണ്ടെടുക്കണം, റിട്രീവ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഭഗവാന്റെ ശ്രമം. എല്ലാം തരണം, നീ എനിക്ക് എല്ലാം തരണം എന്നാണ് പറയേണ്ടത്. അതിനു പകരം ഭഗവാൻ വളരെ ഭംഗിയായിട്ട്, അത് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കില്ലേ? ഒരു ചെറിയ ബ്രാഹ്മണ കുട്ടി, ചെറിയ ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു വടു അവിടെ വന്നിട്ട് ഉപനയനത്തിന് വേണ്ടി ഭിക്ഷ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടി എനിക്ക് എല്ലാം തരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിരിച്ചു പോയില്ലേ? അതുകൊണ്ട് 3 അടി മണ്ണ് എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്താണ് മഹാബലി പറയുന്നത് നോക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും മഹാബലിക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത്. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വം സദൃപ്യൻ യസ്മാദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമ ക്ഷേപവാദാൻ ബന്ധം ച അസൗ അവഗമത് അതദർഹ അപി ഗാഢോപശാന്തി. ഞാൻ വിശ്വേശനാണ്, മഹാബലി പറയാണ്. അത് ഒരു ഭക്തൻ ഒരിക്കലും അത് പറയരുത്. ഞാൻ എല്ലാ ലോകങ്ങളുടെയും ഈശനാണ്, ചക്രവർത്തിയാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഭക്തൻ അത് പറയാൻ പാടില്ല. സാധാരണ ഒരു അസുരനാണെങ്കിൽ പറയായിരുന്നു, ആസുരിക സ്വഭാവമുള്ള ഒരാൾ അത് പറയും.
പക്ഷേ ഇത്രയും വലിയ ഭക്തനായിട്ടുള്ള മഹാബലി അത് പറഞ്ഞത് കഷ്ടായിപ്പോയി. വിശ്വേശം മാം, ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ ഈശ്വരനാണ്. ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം. അങ്ങനെയല്ല എന്റെ അടുത്ത് വന്നിട്ട് 3 അടി മണ്ണാണോ അളക്കുക? വല്ലാതെ ബാലിശമായി പോയി. ബാലിശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ചൈൽഡിഷ് എന്ന് പറയില്ലേ? ചൈൽഡ് ലൈക്ക് എന്നും ചൈൽഡിഷ് എന്ന് പറയുന്നതും വളരെ വ്യത്യാസമല്ലേ? ചൈൽഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂളിഷ് ആയിട്ട് എന്നാണ്. അതാണ് ബാലിശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാലവത്തല്ല, ഒരു ചെറിയ കുട്ടിയുടെ പോലെ എന്നല്ല, ബാലിശമായിട്ട് ചോദിച്ചു. ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. 3 അടിയല്ലേ ചോദിച്ചത്. ഭൂമി മുഴുവൻ ചോദിച്ചുകൂടെ? കാരണം എന്താ വെച്ചാൽ മഹാബലിക്ക് ഈ ഭൂമി മാത്രമല്ല കയ്യിലുള്ളത്. ബാക്കി 13 ലോകങ്ങളും കയ്യിലുണ്ട്. 3 ലോകങ്ങളെയും ഭരിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ലോകം പോലും എല്ലാ ദേവന്മാരും അടിയറ വെച്ച പോലെയാണ്. മഹാബലിയുടെ മുമ്പിൽ സർവം അടിയറ വെച്ച പോലെയാണ്. ഇപ്പോ ഈ ഭൂമിയെ പറ്റി അദ്ദേഹത്തിന് അത്ര വലിയ ഭൂമി ഒരു ചെറിയ ഭൂഗോളം. ഭൂമി മുഴുവൻ ചോദിച്ചൂടെ? ലോകത്തിന്റെ മുഴുവൻ ഈശ്വരനാണ് ഞാൻ, എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മഹാബലി അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്താവട്ടെ ഇങ്ങനെ അഹങ്കരിച്ച് സംസാരിച്ചുവല്ലോ. പിന്നീട് എന്താ ഉണ്ടാവുന്നത്? യസ്മാദർപ്പ ത്രിപദ പരിപൂർത്തിയക്ഷമ. അങ്ങനെയുള്ള ആൾക്ക് 3 അടി പോലും മണ്ണ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. നമുക്കറിയാം എന്താണ് ഉണ്ടാവാൻ പോണത്. 3 അടി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഭഗവാൻ ആ സമയത്ത് ഇത് കണ്ട സമയത്ത് ഭഗവാൻ ഒരു കാര്യം തീർച്ചയാക്കി. ഈ മഹാബലിയെ ഒന്ന് ബന്ധനത്തില് കെട്ടിയിടണം. ഒന്ന് കെട്ടിയിടണം. പിന്നെ കടുത്ത വാക്കുകൊണ്ട് ഭർത്സിച്ച് സംസാരിക്കണം. എന്നാലേ മഹാബലി കണ്ണു തുറക്കുള്ളൂ എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് പാശം കൊണ്ട് കെട്ടിയിടാനും, വരുണപാശം കൊണ്ട് കെട്ടിയിടാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഗരുഡൻ, ഭഗവാന്റെ വാഹനാണ് ഗരുഡൻ. ഗരുഡനോട് പറഞ്ഞിട്ട് മഹാബലിയെ ബന്ധിച്ച് കെട്ടി അവിടെ ഇടാൻ വേണ്ടി പുറപ്പെടുകയാണ്. എന്തായാലും ഈ സമയത്ത് അത് ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ വിശ്വേശനാണ്, എന്തും ചോദിച്ചൂടെ എന്ന് ചോദിച്ച സമയത്ത് വാമനന്റെ മറുപടി ഇതായിരുന്നു. പാദത്രയ്യായതിനമുദിതോ വിഷ്ടപൈർനാഭിതുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവദേദാതു കാമേ തതോയം ദൈത്യാചര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാഭാഷേ. ആ സമയത്ത് 3 അടി മണ്ണ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തവന് സ്വർഗം കിട്ടിയാൽ പോലും തൃപ്തി വരില്ല എന്നൊക്കെ ഭഗവാൻ ഈ വാമന മൂർത്തിയുടെ രൂപത്തിൽ ചെറിയ കുട്ടിയായിട്ട് നിന്നിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടി ഇതേ ചോദിക്കുന്നുള്ളൂ. എങ്കിൽ അത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് മഹാബലി പത്നിയോട് ജലപാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സാധാരണ ഒരു ദാനം ചെയ്യുന്ന സമയത്ത് ആദ്യം ഉദകപൂർവം ജലം ഒഴിച്ചുകൊണ്ടാണ് പ്രതിജ്ഞ ചെയ്യുക. ഓരോ ജെസ്റ്റേഴ്സ് ഉണ്ട്. പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു ജെസ്റ്റർ, അതെന്തിനാണ്? ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ക്ഷേത്രത്തിന്റെ ഉള്ളില് ഭഗവാന് വേണ്ടി നിവേദ്യം സമർപ്പിക്കുമ്പോൾ കൈകൊണ്ടൊരു പ്രത്യേക ജെസ്റ്റർ. നമ്മളൊക്കെ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്ന് പറയുന്ന സമയത്ത് അല്പം വെള്ളം എടുത്തിട്ട് ഇങ്ങനെയാക്കുന്നത് വേറൊരു ജെസ്റ്റർ. അങ്ങനെ ഭഗവാൻ ഉദകപൂർവം ദാനം കൊടുക്കാൻ പുറപ്പെടുമ്പോഴേക്കും ശുക്രാചാര്യര്, മഹാബലിയുടെ ഗുരു, അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യര് പെട്ടെന്ന് അവിടെ കയറി വരിക പറഞ്ഞാൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യാഗശാലയില്. പെട്ടെന്ന് ഇടപെടാൻ വരും. അദ്ദേഹം പറഞ്ഞു, മാദേയം, കൊടുക്കരുത്. ഇത് ഹരിയാണ്. ഈ ഭിക്ഷ യാചിച്ച് വന്നിരിക്കുന്ന ബ്രാഹ്മണ കുട്ടി ഉണ്ടല്ലോ, ഇത് ഹരിയാണ്, കൊടുക്കരുത്. വാസ്തവത്തിൽ ഒരു ഗുരുവിന്റെ റോൾ എന്താണ്? ഈശ്വരനെ കാണിച്ചു കൊടുക്കുക. ശുക്രാചാര്യർ അത് ഭംഗിയായി നിർവഹിച്ചു. കാരണം മുമ്പിൽ വന്നിരിക്കുന്നത് ഈശ്വരനാണ്, ഭഗവാനാണ്. അത് മഹാബലിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ശുക്രാചാര്യർക്ക് മനസ്സിലായി.
അത് പറഞ്ഞു കൊടുത്തു. ഇത് ആ, മഹാവിഷ്ണുവാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെയ്ത സമയത്ത് അത് ആ, ശുക്രാചാര്യര് തന്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. പിന്നെ ദാ ഇവിടെ പറയണു, ഭട്ടതിരി ആചാര്യൻ പറയണു, പിന്നെ അദ്ദേഹം കുറച്ച് വാക്കുകളും കൂടി പറഞ്ഞു. അതൊക്കെ ഈശ്വരനാണെന്ന് പറഞ്ഞ് നിർത്തിയില്ല. അതെന്താണ്? ദാനം കൊടുക്കരുത്. ചതിക്കാൻ വേണ്ടി വന്നതാണ്. ദാനം കൊടുക്കരുത്. പിന്നെ എല്ലാം നിന്റെ കയ്യിൽ നിന്ന് മഹാബലിയോട് പറയാണ്, എല്ലാം അങ്ങയുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയിട്ട് അത് മുഴുവനും കൊണ്ടുപോയിട്ട് ഇന്ദ്രന് കൊടുക്കും. ഇന്ദ്രന്റെ ആണല്ലോ സ്വർഗവും എല്ലാം. അതൊക്കെ പിടിച്ചു വാങ്ങി അത് കൊണ്ടുപോയിട്ട് ഇന്ദ്രന് കൊടുക്കും. അതുകൊണ്ട് അവിടുന്ന് കൊടുക്കരുത്, ഈ ദാനം കൊടുക്കരുത്. ഇതാണ് ശുക്ര മഹർഷി അവിടെ വെച്ച് പറയുന്നത്. യാചത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജ ദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. ആ സമയത്ത് മഹാബലി ഇത് ഈശ്വരനാണെന്ന് കേട്ട സമയത്ത് അതിൽ നിന്ന് പിൻവാങ്ങാനല്ല ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു യാഗശാലയിൽ ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് യാഗം നടത്തുന്നത്? എല്ലാ മഖങ്ങള്, യാഗങ്ങള്, ക്രതുക്കള്, ഹോമങ്ങള്, പൂജകള്, ഇതൊക്കെ വാസുദേവപരമായിട്ടല്ലേ ചെയ്യേണ്ടത്? വാസുദേവനല്ലേ അതിലത്തെ ഏറ്റവും സെന്ററിൽ നിൽക്കുന്ന കാര്യം. അങ്ങനെ ഇവിടെയും ഈ യാഗശാലയില് ഭഗവാൻ വരണം, അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം. കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഭഗവാന്റെ അൺസീൻ പ്രസൻസ് ഇവിടെ ഉണ്ടായിരിക്കണം. അദൃഷ്ടനായിട്ട് ഭഗവാൻ ഇവിടെ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടല്ലേ യാഗങ്ങൾ നടത്തുന്നത്. അവിടെ ഭഗവാൻ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് ചോദിച്ചത് കൊടുക്കില്ല എന്ന് പറയുകയാണോ വേണ്ടത്? യാചത്യേവം യതി സ ഭഗവൻ, എന്നോട് ഇങ്ങനെ യാചിക്കാൻ വേണ്ടി ആ ഭഗവാൻ വരികയാണെങ്കിൽ, എന്നോട് യാചിക്കാൻ വരുന്ന ഈ ആൾ ആ ഭഗവാനാണെങ്കിൽ ഞാൻ പൂർണ്ണകാമനായി. ഇനി എനിക്കിതിൽ വീതം ഒന്നും ചോദിക്കാനില്ല. എനിക്ക് സന്തോഷമായി. എനിക്കിതിൽ ഒന്നും ഇനി കൂടുതൽ ആഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ഈ 3 അടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും, ഗുരു പറഞ്ഞാലും എന്ന സ്ഥിരമതിയോട് കൂടിയിട്ട്, നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് പറഞ്ഞു. ആ സമയത്ത് ഗുരു ശപിക്കും, നിന്റെ ഐശ്വര്യം മുഴുവനും പോട്ടെ, ഞാനിതൊക്കെ പറഞ്ഞു തന്നിട്ടും എന്റെ വാക്ക് കേൾക്കാതെ നീ ഇപ്പോ ഈ വന്ന അതിഥിക്ക് കാലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു, അത് കഴിഞ്ഞ് ഉദകപൂർവം ഭൂമി കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് നീ അഭിശപ്തനായി തീരട്ടെ, നിന്റെ എല്ലാ ഐശ്വര്യവും ശ്രേയസ്സും എല്ലാം ഇല്ലാതെയാവട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിലും, അങ്ങനെ ഗുരു ശപിച്ചാൽ പോലും മഹാബലി വിന്ധ്യാവലിയോട്, പത്നിയുടെ പേരാണ് വിന്ധ്യാവലി, വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൊടുത്തു, ദാനം കൊടുത്തു. അങ്ങനെ ഭഗവാനോട് 3 അടി തരാം എന്നുള്ളത് പ്രതിജ്ഞ. ഇനി മഹാബലി ആ പ്രതിജ്ഞയാൽ ബദ്ധനാണ്. തോയപൂർവം, ഉദകപൂർവം, വെള്ളത്തോട് കൂടിയിട്ടാണ് കൊടുത്തത്. ഫോമലായിട്ട് അത് കൊടുത്തു കഴിഞ്ഞു. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തൻ വ്യാതന്വാനെ മുമുജു ഹൃഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാം ഉച്ചേരുച്ചേരവൃതവതീകൃത്യ വിശ്വാണ്ഡപാണ്ഡം. ആ സമയത്ത് ഒരു സംശയവുമില്ലാതെ ദൈത്യന്മാരുടെ രാജാവായിട്ടുള്ള മഹാബലി ദാനം കൊടുത്തു. അതോടുകൂടിയിട്ട് ഭഗവാൻ അങ്ങോട്ട് വളരാൻ തുടങ്ങി. തന്റെ കാലുകൊണ്ട് അളന്നെടുക്കുന്ന 3 അടിന്ന് ആദ്യം പറഞ്ഞിരുന്നു. തന്റെ കാല് വലുതാക്കി. അങ്ങനെ ഭഗവാൻ വലുതാക്കിയ സമയത്ത് ഋഷികൾക്കും എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ആ സമയത്ത് അവരെല്ലാവരും പുഷ്പവർഷം വീണ്ടും ചെയ്തു. പുഷ്പവർഷം ചെയ്തു.
ആ സമയത്താവട്ടെ ഈ ഭഗവാന്റെ രൂപം ആദ്യം വലുതാവാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അത് വലുതായി 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 ആകാശം മുട്ടെത്തി. അത് ആ ദിവ്യമായിട്ടുള്ള രൂപം അത് ഈ ലോകവാസികളൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ആരാ മുമ്പിൽ നിൽക്കുന്നത്? വാമനമൂർത്തി. ആ വാമനമൂർത്തി വളർന്നു 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 വന്ന് കാല് അളക്കാൻ വേണ്ടി പൊന്തിച്ച സമയത്ത്, കാലളക്കണമെങ്കിൽ കാലൊന്ന് പൊന്തിച്ചു വെക്കണല്ലോ. അതിനു വേണ്ടി ശ്രമിച്ച സമയത്ത് സത്യലോകത്തില് ബ്രഹ്മാവിന്റെ സത്യലോകത്തിന്റെ മേൽക്കൂരയിലേക്ക് ഭഗവാന്റെ തള്ളവിരല് കയറി ചെന്നു. അതവിടെ പൊട്ടി. ആ സമയത്ത് അതിനു മുമ്പ് അതിന് പുറത്തുള്ള ബ്രഹ്മാണ്ടത്തിന്റെ പുറത്തുള്ള ആകാശഗംഗ ആ ഭഗവാന്റെ കാലിലൂടെ വലത് പെരുവിരൽ, കാലിന്റെ വലത് പെരുവിരലാണ് അവിടെ പോയി മുട്ടിയത്. അവിടെയാണ് ഒരു ഓട്ട പ്രത്യക്ഷപ്പെട്ടത്. അതിലൂടെ ആകാശഗംഗ അങ്ങനെ താഴത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അതാണ് പിന്നെ ഭൂമിയിൽ നമ്മൾ പറയുന്ന ഗംഗാ നദിയായത്. അപ്പോ ബ്രഹ്മ ഇതിൽ പറയുന്നത് ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ടരീകോദ്ഭവോസൗ കുണ്ടീതോയേർ അസിജത് പുനാദ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനൃതേ ഖേചരൈ ഉത്സവേസ്മിൻ ഭേരിം ഭേരിം നിഘ്നൻ ഭുവനമചരജാംബവാൻ ഭക്തശാലി. ആ സമയത്ത് ഭഗവാന്റെ ഈ കാല് കഴുകിയ സമയത്ത് എല്ലാവർക്കും സന്തോഷായി. അവിടെ എല്ലാവർക്കും മാത്രമല്ല, മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവന്മാര് പോലും വളരെ ഭംഗിയായിട്ട് പുഷ്പവൃഷ്ടി ചെയ്തു. അവിടെ വലിയൊരു ഉത്സവത്തിന്റെ പ്രതീതിയായി. മുകളിലിരുന്ന് സെലസ്റ്റിയൽ ബീയിങ്സ് അവര് വലിയ ഒരു ഓർക്കസ്ട്ര പോലെ പല പല ഭേരീനാദങ്ങളും ഒക്കെ ഉണ്ടാക്കി. ജാംബവാനാണെങ്കിൽ പെരുമ്പറയടിച്ചിട്ട് ലോകം മുഴുവനും ഭഗവാന്റെ ഉപേന്ദ്രനായ ഉപേന്ദ്രൻ എന്നുള്ള നിലയിലുള്ള അഭിഷേകത്തെ ലോകം മുഴുവനും അറിയിച്ചു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിഥിയുടെ പുത്രൻ. ഇന്ദ്രന്റെ അനിയനായിട്ട് അതിഥിയിൽ മറ്റൊരു ചെറിയ കുട്ടിയായിട്ടല്ലേ ഭഗവാൻ ജനിച്ചത്. അതുകൊണ്ട് ഭഗവാനെ ഉപേന്ദ്രൻ എന്ന് പറയും. സഹസ്രനാമത്തിൽ ഭഗവാനെ ഉപേന്ദ്രൻ എന്ന് പറയില്ലേ, ഇന്ദ്രന്റെ അനിയൻ. ഇങ്ങനെ ഭഗവാൻ ഇതാ ഈ വാമനാവതാര കാലത്താണ് ഇന്ദ്രന്റെ അനിയനായി ജനിച്ചത്. അല്ലെങ്കിൽ ഇന്ദ്രനും ചന്ദ്രനും എല്ലാവരും ഭഗവാന്റെ മുമ്പില് കുമ്പിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ഭഗവാൻ തന്നെ ഇന്ദ്രന്റെ താഴെ ഉള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അത്രയ്ക്കധികം എന്തിനു വേണ്ടിയായിരുന്നു? അതിഥി മാതാവിൽ ജനിച്ചത് എന്തിനായിരുന്നു? ദേവകളെ മുഴുവനും അവരുടെ സ്ഥാനത്തേക്ക് എത്തിച്ചേർത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ജാംബവാനാണ് ലോകം മുഴുവനും പെരുമ്പറയടിച്ചിട്ട് ഈ ഭഗവാന്റെ ഉപേന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ അഭിഷേകം ലോകത്തെ മുഴുവനും അറിയിച്ചത് ജാംബവാൻ. ഇത് കൃതയുഗത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഇതേ ജാംബവാനെയാണ് നാം ത്രേതായുഗത്തിൽ കാണുന്നത്. താവത് ദൈത്യാസ്തു അനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതേർഭവതനുചരേ സംഗതാഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മ കിം വോ യുദ്ധേരിതി ബലിഗിരാതേത പാതാളമാപോവും. ആ സമയത്ത് മഹാബലി കെട്ടിടല്ലേ. ആ സമയത്ത് മഹാബലിയുടെ വശത്തുള്ള ഭാഗത്തുള്ള അസുരന്മാരെല്ലാവരും അവരെല്ലാവരും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല യാഗശാലയില്. പക്ഷെ അവർക്ക് ഇത് നടന്ന സമയത്ത് മനസ്സിലായി ഭഗവാൻ വളരാൻ തുടങ്ങി. ഇനി മഹാബലിയുടെ പരാജയമാണ്. അതുകൊണ്ട് അവരെല്ലാവരും ആയുധങ്ങൾ എടുത്തിട്ട് വളരാൻ തുടങ്ങിയ സമയത്തല്ല, വളർന്നു. അത് കഴിഞ്ഞിട്ട് ഉപേന്ദ്രനായിട്ടുള്ള ഭഗവാന്റെ അഭിഷേകം നടന്നു. അതിനുശേഷം അസുരന്മാര് മഹാബലിയുടെ സമ്മതമില്ലാതെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. അങ്ങനെ വലിയൊരു യുദ്ധം നടന്നു. ആ സമയത്ത് മഹാബലി ഇപ്പോഴും അസുര ചക്രവർത്തിയാണല്ലോ, ബന്ധനത്തിലാണെങ്കിലും. ആ സമയത്ത് മഹാബലി തന്റെ മന്ത്രിമാരോടൊക്കെ പറഞ്ഞു,
ആരും യുദ്ധത്തിന് പുറപ്പെടരുത്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ ജയിച്ചതാണ് ദേവാസുര യുദ്ധത്തിൽ. അന്ന് കാലം നമുക്ക് അനുകൂലമായിരുന്നു. ഇന്ന് കാലം ദേവന്മാർക്ക് അനുകൂലമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാലത്ത് യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മഹാബലി അവരെ തടുത്തു. അപ്പോ പിന്നെ അവർക്ക് പോകേണ്ട പാതാളത്തിലേക്ക് അവര് പോയി. അവരുടെ സ്ഥാനാണ് പാതാളം. അവിടേക്ക് പോയി. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദി താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയൻ അസ്തവീത്വാം. ഇപ്പോ മഹാബലി വരുണപാശത്തിൽ ബന്ധിതനായി നിൽക്കുകയാണ്. ഭഗവാൻ കുറച്ച് കൂർത്തുമൂർത്ത വാക്കുകൾ പറയേണ്ട ഭാഗവതത്തിലും കാണാം. ഞാൻ ഈശ്വരൻ എന്നല്ലേ പറഞ്ഞത്, വിശ്വേശ്വരനാണെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണല്ലോ അങ്ങ് പറഞ്ഞത്. ശരി, എന്റെ 2 പാദം കൊണ്ട് ഞാൻ എല്ലാ ലോകങ്ങളും അളന്നു കഴിഞ്ഞു. 3ാമത്തെ പാദം ഞാൻ ഇവിടെ വെക്കണം. വിശ്വേശ്വരനാണെന്നല്ലേ പറഞ്ഞ, അതിനുള്ള സ്ഥലം തരൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാബലി പറയും, ഭഗവാനെ, ഞാൻ വേറെ ഏതു സ്ഥലം കാണിച്ചു തരും? എന്റെ തലയിൽ തന്നെ കാല് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തല കുനിച്ചു കൊടുത്തു. ഇതേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ ഭഗവാൻ ചവിട്ടി താഴ്ത്തിയില്ല. നമ്മളത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. 10ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ദർഭോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യ സിദ്ധോസി പുണ്യേ ലോകസ്തേസ്തു ത്രിദിവ വിജയേ വാസ്തവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജ പുനരിത്യന്വഘൃണ്ണ ബലിം തം വിപ്രേ സന്താനിതമഘവര പാഹി വാതാലയേശ. ഭഗവാൻ ഇപ്പൊ ചെയ്തത് വിഹിതം അഖിലം, ഇപ്പൊ ചെയ്തത് മുഴുവൻ എന്തിനു വേണ്ടിയായിരുന്നു? ദർപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. മഹാബലിയോട് തന്നെ പറയാണ് ഭഗവാൻ, ഹേ മഹാബലേ, ഞാൻ ഇവിടെ ഇതൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? അങ്ങയുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നീ എല്ലാ സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. 3 ലോകത്തിലും എന്തൊക്കെ സിദ്ധിയുണ്ടോ അതൊക്കെ നിനക്ക് വന്നു കഴിഞ്ഞു. ഈ പ്രോസസ്സില് മഹാബലി അനുഗ്രഹിക്കുകയായിരുന്നു ഭഗവാൻ. എന്റെ സായുജ്യം നിനക്ക് കിട്ടും. ഞാൻ സായുജ്യം പറഞ്ഞ 2 പേരും ഒന്നാവണ അവസ്ഥ, അത് നിനക്ക് കിട്ടും. പിന്നെ ഈ യാഗം അവിടെ അപൂർണമായിരിക്കുകയാണ്. യാഗത്തിന്റെ പകുതി എത്തിയ സമയത്തല്ലേ ഈ വടു അവിടെ വന്നതും, പിന്നെ അത് കഴിഞ്ഞ് അവര് വലിയ പേഴ്സണാലിറ്റി കുറെ പേരുകളായി അവിടെ വന്നു. ഈ സമയത്ത് മത്സായുജ്യം ഭജ ച പുനരിത്യ അന്വഗൃണ ബലിം തം. എന്തൊക്കെയാണ് കൊടുത്തത്? ഈ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചു. പക്ഷേ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഇന്ദ്രനുണ്ട്, ആ ഇന്ദ്രന്റെയാണ് ആ സ്വർഗം. അടുത്ത മന്വന്തരത്തില് അങ്ങ്, ഇനി വരുന്ന ഒരു മന്വന്തരത്തില് അങ്ങ് ഇന്ദ്രനാവും. ആ സമയത്ത് സ്വർഗം കിട്ടും. അതുവരെ സ്വർഗത്തെക്കാൾ സുഖമുള്ള സുതലത്തിൽ പോയിരുന്നോളൂ. പിന്നെ ഞാൻ തന്നെ നിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കും. ഏത് സമയത്തും ജീവിച്ചിരിക്കുമ്പോഴും എപ്പോഴും. സായുജ്യം എന്നുള്ളത് സാധാരണ എല്ലാവർക്കും അവരവരുടെ പേഴ്സണാലിറ്റി വിട്ട് കഴിയുമ്പോഴാണ് ഭഗവാനിൽ ലയിക്കാൻ പറ്റുക. എപ്പോഴും നിനക്ക് എന്റെ സായുജ്യമാണ്, എന്നിൽ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് ബലിയെ സുതലത്തിലേക്ക് അയച്ചു. ആ സമയത്ത് ഇവിടെ തുടങ്ങി വെച്ച യാഗം അത് മുഴുവനാക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബ്രാഹ്മണരോട്, ഭൃഗു തുടങ്ങിയവരൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറഞ്ഞിട്ട് അത് ഭംഗിയായിട്ട് ആ യാഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 10ാമത്തെ ശ്ലോകം അവസാനിക്കുന്നത്. സാധാരണത്തെ പോലെ തന്നെ പറയുന്നു, പാഹി വാതാലയേശ, നിന്തിരുവടി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം അവസാനിക്കുന്നത്. ഇങ്ങനെ 30ഉം 31ഉം ദശകങ്ങളിലായിട്ടാണ് വാമനാവതാരവും ബലിയുടെ ദർപ്പം ഇല്ലാതാക്കുന്നത്.
ഇന്ന് തിരുവോണമായിട്ട് നമുക്കിത് അനുസ്മരിക്കാൻ പറ്റി എന്നുള്ളത് മഹാഭാഗ്യം. പറഞ്ഞതൊക്കെ തെറ്റുകളോടും കുറവുകളോടും ന്യൂനതകളോടും കൂടി എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം.